ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മരണമാസം എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. ബേസിൽ ജോസഫാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. അവിടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പടം വിഷുവിനാണ് റിലീസ് ചെയ്യുക എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ അടുത്തിലത്തെ ഹയോഡി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയതും അത് 1 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 8 വസന്റിലും എന്ന് പറഞ്ഞ അടുത്തിലത്തെ അന്തമ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാജിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗൗതം തിന്നാനുവരുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് വിജയ് ദേവരകൊണ്ടയുടെ 12ാമത്തെ പടം കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനും ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രീ റിലീസ് ഇവന്റ് നടക്കാൻ പോകുന്നത് മാർച്ച് 3 6 മണിക്ക്. അത് ഹൈദരാബാദിൽ പാർക്ക് ഹയത്തിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് റോബിൻഹുഡ് അവിടെ എത്തുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നിധിയും വരും എന്നുള്ള രീതിയിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ കരേഷ്കി എന്ന് പറഞ്ഞിടത്തിന്റെ 2 ദിവസത്തെ കളക്ഷൻ 2.65 കോടി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഭാഗ്യ 4 എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 5 പടത്തിന്റെ റിലീസ് എപ്പോഴും പറയുന്നത്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് മാർച്ച് 28 അറിയിച്ചിട്ടുണ്ട്. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞിടത്തിന്റെ 5 days to go പോസ്റ്റർ വന്നു. ഇതിൽ സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിറം മാറും മുലകൽ എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ഡേറ്റ് മാർച്ച് 7 അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നു. പിന്നെ പെല്ലിക്കണി പ്രസാദ് എന്ന് പറഞ്ഞിടത്തിന്റെ ടീസർ ഇന്ന് 1/15 പുറത്തിറക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് പ്രഭാസ പുറത്തിറക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കൊക്കർക്കോ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 2 സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജെന്റിൽ വുമൻ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് 5 days to go പോസ്റ്റർ വന്നു. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് 5 days to go പോസ്റ്റർ വന്നു. അതേമാതിരി യമകാത്തിക്ക് എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ചാവ എന്ന് പറഞ്ഞിടത്തിന്റെ തെലുങ്ക് വെർഷന്റെ ട്രെയിലർ ഇന്ന് രാവിലെ 10 മണിക്ക് വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ശിവാങ്കി എന്ന് പറഞ്ഞിടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആനന്ദിയും വരലക്ഷ്മി സരത്കുമാറാണ് മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. പിന്നെ സാഹസം എന്ന് പറഞ്ഞിടത്തിലത്തെ റംസാന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ആൾ ഓൺബോർഡായി എന്നുള്ള അറിയിച്ചുകൊണ്ട്. പിന്നെ സ്റ്റിയർ 49 എന്ന് പറഞ്ഞിട്ടുള്ള സിംബുവിന്റെ 49ാമത്തെ ആളാണ്. അവിടത്തിന്റെ ലൊക്കേഷൻ സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. 2 കിട്ടിയിട്ടുള്ള 2 സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പറക്കും പപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ അടുത്ത് തന്നെ ഉറങ്ങും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ആയെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. പിന്നെ ഇഡ്ലി കട എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ഏപ്രിൽ 10 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 4ാമത്തെ ആളാണ്. ധനുഷും അരുൺ വിജയും നിത്യമേനോനാണ് മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. എന്തായാലും പടത്തിന്റെ റിലീസ് ഏപ്രിൽ 10 ഉണ്ടാവില്ല. ഓഗസ്റ്റിലേക്കോ ജൂലൈയിലേക്കോ ആയിട്ട് മാറ്റം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഹൃതിക് റോഷന്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ കാണിക്കാം. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള 35 കോടിയുടെ അടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. അതേമാതിരി കേരളത്തിൽ നിന്ന് മാത്രം 18.88 കോടിയുടെ മുകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 19 കോടിയുടെ അടുത്തായിട്ടുണ്ടാവും. പിന്നെ വീരധീര സൂരം പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ മാസമായിട്ടുണ്ട്. എന്നുവെച്ചാൽ മാർച്ച് 27 പടത്തിന്റെ റിലീസ് പറഞ്ഞത്. അപ്പോൾ മാർച്ച് 27 വലിയ മാറ്റമില്ല എന്നുള്ളതാണ് ഇപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള നാഗാശേദിനെയും സായിപ്പല്ലിയും മെയിൻ കഥാപാത്രമായി എത്തുന്ന പടം. അത് നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 7 തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 5 ഭാഷകൾ പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ പടത്തിന്റെ നോർത്ത് അമേരിക്കത്തെ കളക്ഷൻ 1 മില്യൺ+ ആയിട്ടുണ്ട്. അതേമാതിരി കേരളത്തിൽ നിന്ന് ഏകദേശം 2 കോടിയുടെ അടുത്തേക്ക് കളക്ഷൻ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ 9 ദിവസം കൊണ്ട് 1.84 കോടിയുടെ അടുത്താണ് ആയിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് എന്തായാലും 100 കോടി കടന്നിട്ടുണ്ട് ഇപ്പോൾ പടം. അപ്പോൾ പ്രദീപ് വെങ്കദാഥന്റെ ഫസ്റ്റത്തെ 2ാമത്തെ പടം 100 കോടി നേടിയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് 2ാമത്തെ പ്രൊഡക്ഷനിൽ തന്നെ പടം മുന്നേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോൾ ജോർജാണ് പടം ഡയറക്ട് ചെയ്യാനുള്ള അറിയിച്ചുകൊണ്ട്. എന്തായാലും ഇപ്പോൾ ആ സമയത്ത് പടത്തിൽ ആരും അഭിനയിക്കുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയണമാണ്. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റീസ്പെക്റ്റാണ് അഭിനയിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ പേര് കാട്ടാള എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പൃഥ്വിരാജിന്റെ നോബഡി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ ഏപ്രിൽ 2 തിരുവനന്തപുരത്ത് വെച്ചിട്ട് തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ നോബഡി എന്ന് പറയുന്നത് നിസാം ബഷീർ എടുക്കുന്ന പടമാണ്. കെട്ടുകളാണ് എൻ്റെ മാലക റോഷാക്ക് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ആളെടുക്കുന്ന പടം. എന്തായാലും ഗംഭീരമായി വരുന്നതിന് പ്രതീക്ഷിക്കാം. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയി എന്ന് തന്നെ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഇപ്പോൾ അടുത്ത് തന്നെ കംപ്ലീറ്റ് ആവും. ഈ പടത്തിന്റെ റിലീസ് ഡേറ്റിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം അടുത്ത ആഴ്ചയിലായിട്ട് വരും എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതേമാതിരി പടത്തിന്റെ ടീസർ മിക്കവാറും ഏപ്രിൽ 14 വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ വരുന്നതൊക്കെ മുന്നേ കേട്ടായിരുന്നു. പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ റിലീസ് ഡേറ്റിന്റെ കാര്യങ്ങളായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പടത്തിൽ അമീർ ഖാനൊക്കെ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായി വരട്ടെ എന്തായാലും പടം. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ 2nd സിംഗിൾ വരും എന്ന് പറഞ്ഞത്. അത് മാർച്ച് 2nd വീക്കിലാണെന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ശ്രീയാസറിനായിട്ടുള്ള പാട്ടായിരിക്കും എന്നുള്ള ഇന്നലത്തെ അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ആ പാട്ട് തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ മാർച്ച് 2nd വീക്കിലായിട്ട് 2nd സിംഗിൾ പ്രതീക്ഷിക്കാം റെട്രോടെ. പിന്നെ സൂര്യയുടെ വാടിവാസം എന്ന് പറഞ്ഞിട്ടുള്ള വെട്രിമാരെടുക്കുന്നതോടാണ്. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയാത്തതുകൊണ്ട് തന്നെ അതിന്റെ ഷൂട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. സെപ്റ്റംബറിലൊക്കെ ആയിട്ടായിരിക്കും അതിന്റെ ഷൂട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ റോളക്സിന്റെ ഒരു അനിമേഷൻ സീരീസ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിന്റെ വർക്കൊക്കെ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പടം വരുന്നതായിട്ട് മുന്നേ ഒരു അനിമേഷൻ സീരീസ് റോളക്സിന്റെ വക. പിന്നെ വാടിവാസൽ ലേറ്റ് ആയതുകൊണ്ട് തന്നെ സൂര്യ 46 അതിന്റെ ഇടയിൽ കൂടെ തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. വെങ്കിയാറ്റ്ലൂരിയാണ് പടം എടുക്കുന്നത്. അതേമാതിരി ജി പ്രകാശാണ് മ്യൂസിക് ചെയ്യുന്നത്. ഭാഗ്യശ്രീ പോർഷനായി നായികയായിരുന്നുള്ള കേട്ടിരുന്നു. ഇതൊക്കെ ഏകദേശം കൺഫേം ആയതാണ്. എന്തായാലും ഈ പടത്തിൽ അല്ലു സിരീഷും ഒരു റോൾ ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടന്റ് അറിയണം. പിന്നെ തലപതി ശ്രീനായൻ അല്ലെങ്കിൽ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ഈ ഒക്ടോബറിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം വിജയ് പാർട്ടിയുടെ പരിപാടിക്കൊക്കെ പോകണ കാരണം തന്നെ അത് ലേറ്റ് ആവുന്നുണ്ട് ഷൂട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒക്ടോബറിൽ റിലീസ് ആവില്ല എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അവരൊക്കെ ഫസ്റ്റ് ലുക്കിലും 2nd ലുക്കിലും എന്തായാലും റിലീസ് ഡേറ്റും പറഞ്ഞിട്ടുണ്ടല്ല. അപ്പോൾ മാറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 5 കോടി അല്ലെങ്കിൽ 6 കോടിയാണ് അവർ ചോദിക്കണം എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും അജിത്തിന്റെ ഏറ്റവും ലാസ്റ്റ് വിവേകം എന്ന് പറഞ്ഞോടാണ് 4
കോടിക്ക് കേരളത്തിൽ വിറ്റുപോയത്. ഇത് എത്ര എടുക്കുന്നുള്ള എന്തായാലും കണ്ടറിയാം. പിന്നെ AK-65 എന്ന് വെച്ചാൽ അജിത് കുമാറിന്റെ 65ാമത്തോടായിട്ട് കാർത്തിക് സുബരാജ് ആയിരിക്കും പടം എടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷെ 64ാമത്തോടായിരിക്കും കാർത്തിക് സുബരാജ് എടുക്കുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടൊക്കെ മാറി നിൽക്കാം. എന്തായാലും 63ാമത്തോടാണ് ഇപ്പോൾ ഈ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്തായാലും അനൗൺസ്മെന്റ് ഒക്കെ കറക്റ്റാ പറയാം. പിന്നെ കൈദി 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ടൈറ്റിൽ കൈദി 2 എന്നുള്ളതായിരിക്കില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. മിക്കവാറും ദില്ലി എന്നുള്ള രീതിയിലൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പടത്തിൽ 2 ആൾക്കാരായിരിക്കും മ്യൂസിക് ചെയ്യാന്നുള്ള കേൾക്കുന്നുണ്ട്. സാംസിയസ് പടത്തിന്റെ പാട്ടുകളും അനിരുദ്ധ് ഈ പടത്തിന്റെ BGMകളും ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒക്ടോബറിലായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഷൂട്ടിംഗ്. അതേമാതിരി 2026 ഒക്ടോബറോട് കൂടിയിട്ട് റിലീസ് ആവുന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിൽ രജിഷ വിജയൻ, സുന്ദീപ് കിഷൻ, ആന്റണി വർഗീസ് പെപ്പെ, വെട്രിമാരൻ, ധ്രുവിക്രം റൂമറായി കേൾക്കുന്നതാണ്. മറ്റേ റൂമർ തന്നെയാണ്. പക്ഷേ ധ്രുവിക്രമിന്റെ കാര്യം വലിയ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇവരൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടത്തിന്റെ ട്രെയിലർ ഈ മാസം ലാസ്റ്റിലോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റിലോ ഒക്കെ ആയിട്ടായിരിക്കും റിലീസ് ആവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം ഏപ്രിൽ 10 ഇവിടെ റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ഈ സമയത്ത് നോമ്പാണ്. അതുകൊണ്ട് പടത്ത് റിലീസ് ആവാനുള്ള ചാൻസസ് ഒന്നുമില്ല. പിന്നെ അല്ലർജന്റെ 22ാമത്തെ പടം ത്രിവിക്രം എടുക്കുന്ന പടത്തിന്റെ ഷൂട്ടിംഗ് ഈ 2025 പകുതിയോട് കൂടിയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം കഴിയാനായിരിക്കുന്നു. എന്തായാലും പടം ഓണത്തിനായിരിക്കും റിലീസ് ആവുക എന്നുള്ളതാണ് കേൾക്കുന്നത് ഈ വർഷം. എന്തായാലും എല്ലാം വരട്ടെ, ഗംഭീരമാവട്ടെ. അതേമാതിരി ഹിറ്റ്ലർ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടത്തിന്റെ ഒരു സർക്കാസ് ലാത്തി എന്ന് പറഞ്ഞിട്ട് ടീസർ പുറത്തിറക്കിയായിരുന്നു. ഗംഭീര ടീച്ചറായിട്ടാണ് തോന്നിയത്. അതിനുശേഷം ദ പാരഡൈസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു റോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലൊരു സംഭവം വരാൻ പോവാണ്. ഇത് ഗ്ലിംസുമായിട്ട് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ഇന്ന് 11-17 അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഇതിന്റെ വർക്കൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മധു സി നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് നെസ്ലിനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. വയനാട്ടിൽ വെച്ചിട്ട് എന്തായാലും തുടങ്ങില്ല എന്നുള്ളതൊക്കെ കണ്ടറിയാം. പടത്തിന്റെ മ്യൂസിക് ചെയ്യാൻ പോകുന്ന എക്സ് വിജയനായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. സ്ക്രിപ്റ്റ് മൂസീനാണ് ചെയ്തിട്ടുള്ളത്. DOP ഷൈജു ഖാലിദ് ആയിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ ആസിഫലിന്റെ ജിത്തു ജോസഫ് കൊടുക്കുന്ന പടമാണ് മിറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പൊള്ളാച്ചിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഷൂട്ടിംഗ് മാർച്ച് 15 കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഒരു പ്ലാൻ ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി പടം ജൂലൈ 2025 റിലീസ് ചെയ്യുന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ പറയാം. അതേമാതിരി ഈ ജിത്തു ജോസഫ് ഈ പടത്തിന് ശേഷം ആസിഫലിന്റെ ഈ പടത്തിന് ശേഷം അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ബിജു മേനോനി അതേമാതിരി ജോർജ് ജോർജിനെ വെച്ചിട്ടാന്നുള്ള കേൾക്കുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിൽ. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് ഈ മെയ് 2025 എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. എറണാകുളമാണ് ഇതിന്റെ മേജർ പോർഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടാവും തോന്നുന്നത്. പിന്നെ കുറുപ്പിന്റെ DOP കൈകാര്യം ചെയ്ത സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം വരാൻ പോവാണ്. അത് KR കൃഷ്ണകുമാർ ആയിരിക്കും കഥ എഴുതുക എന്നുള്ള കേൾക്കുന്നുണ്ട്. കൂമൻ എന്ന് പറഞ്ഞതിന്റെ റൈറ്റർ. ജിത്തു ജോസഫ് എന്നായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ പടത്തിനും ആസിഫ് അലി ആയിരിക്കും നായകനായി എത്തുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാൻ എന്തൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.